ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നതേ നല്ല അടിപൊളി ഒരു ബനാന ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ളൊരു കേക്കാണിത്. കുട്ടികൾക്കൊക്കെ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 4 പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. 4 പഴത്തിൻ്റെ ആവശ്യമില്ല, 2 പഴം മതി. ഇത് ചെറുതായതുകൊണ്ടാണ് ഞാൻ 4 എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഒരു ഫോർക്ക് എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ഈ പഴം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇങ്ങനെ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിക്കകത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്കൊരു മുട്ട ചേർക്കണം. അത് ഞാൻ വീഡിയോ എടുത്തപ്പോൾ എന്തോ എററായിപ്പോയി. അപ്പോൾ ഒരു മുട്ട ചേർക്കുക ഇതിനകത്തേക്ക്. അതിനുശേഷം നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാര ആണെങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സായിട്ട് കിട്ടും. അതല്ല പൊടിക്കാത്തയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് നേരം കൂടി നന്നായിട്ട് മിക്സ് ആക്കണമെന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് വേറൊരു ബൗൾ എടുത്തിട്ട് അതിനകത്തേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1 കപ്പ് തന്നെ ആയിരിക്കണം കേട്ടോ. കറക്റ്റായിട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/4 കപ്പ് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തേക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടില്ല. അതിന് മുന്നേ നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ നമ്മുടെ ഈ മൈദയിലും കൊക്കോ പൗഡറിലും ഒക്കെ നന്നായിട്ട് ഒരുപോലെ തന്നെ എത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മളൊരു അരിപ്പയ്ക്കകത്തൂടെ ആ പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെയും മുട്ടയുടെയും പഞ്ചസാരയുടെ ഒരു മിക്സില്ലേ, ആ മിക്സിനകത്തേക്ക് വേണം ഈ അരിപ്പ് വെച്ചിട്ട് ഈ പൊടിയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഇന്നലെ രാത്രിയിൽ ഒരു കേക്ക് കഴിക്കണം എന്ന് തോന്നിയിട്ട് ഞാൻ പെട്ടെന്ന് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നന്നായിട്ട് ഈ ബൗളിനകത്തേക്ക് അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ മിക്സും ഈ പൊടിയും കൂടെ നന്നായിട്ട് ഒന്ന് ഒരു വിസ്ക് വെച്ചിട്ടെങ്ങാണോ ഒരു വിസ്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴം മിക്സിക്കകത്തിട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ പഴം മൊത്തത്തിലങ്ങ് ഉടഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ടാണ് ഈ ഫോർക്ക് വെച്ചിട്ടോ സ്പൂണ് വെച്ചിട്ടോ ഒക്കെ ഈ പഴം ഒന്ന് ഉടച്ചെടുത്താൽ മതിയെന്ന് പറയുന്നത്. ഇതിനകത്തേക്ക് നമുക്കൊരു 1/2 കപ്പ് പാല് വേണം. റൂം ടെമ്പറേച്ചറിലുള്ള പാല് തന്നെ ആയിരിക്കണം കേട്ടോ. ആദ്യം നമുക്കൊരു 1/2 കപ്പ് പാലിനകത്ത് ഒരു 1/4 കപ്പ് പാലൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനകത്തേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ബാക്കി ഇനി 1/4 കപ്പ് പാലും കൂടി ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. ആ പാലും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ മിക്സാക്കിയിട്ട് കൊടുക്കുക. പിന്നെ നമുക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഏതെങ്കിലും ഒരു ഓയിൽ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അത് ഞാൻ വീഡിയോ എടുത്ത സമയത്ത് അത് സേവ് ആയില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഇതിനകത്തേക്ക് ഓയിലും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഞാനിവിടെ ഒരു നമ്മുടെ ഈ ബ്രെഡൊക്കെ ഉണ്ടാക്കുന്ന ഒരു മോൾഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ കേക്ക് ടിൻ എടുത്താലും മതി കേട്ടോ. ഞാൻ ഈ മോൾഡിൻ്റെ അടിയിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിനകത്തേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഓവനകത്തല്ല കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്, ഇൻഡക്ഷൻ കുക്കറിനകത്താണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇൻഡക്ഷൻ കുക്കറിനകത്ത് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. കാരണം ഇതിനകത്ത് എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പാത്രം ഇൻഡക്ഷൻ കുക്കറിനകത്ത് വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഈ ബാറ്റർ അതിനകത്തേക്ക് വെച്ച് കൊടുക്കണം. നമ്മൾ ഈ ബിരിയാണിയൊക്കെ വെക്കുന്ന പാത്രം ഉണ്ടല്ലോ, കുറച്ച് വലിയ സൈസ് പാത്രം വേണം. ഇത് ഇരിക്കുന്ന രീതിയിലുള്ള പാത്രം വേണം എടുക്കാൻ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് അടപ്പ് വെച്ചിട്ട് അത് മൂടി വെച്ചതിന് ശേഷം അതിൻ്റെ ഇപ്പുറത്തെ ഒരു ഹോള് കാണും, ചിലതിനകത്തൊക്കെ കാണും. അത് ഒരു പേപ്പറോ എന്തെങ്കിലും വെച്ച് ബട്ടർ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഞാനൊരു 30 മിനിറ്റ് കഴിഞ്ഞപ്പം ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് കുറച്ചുകൂടി വേവാനുണ്ട്. ഇപ്പോൾ ഒരു 45 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങി. നന്നായിട്ട് അത് കുക്കായിട്ടുണ്ട് കേട്ടോ. നോക്കിയപ്പം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇത് ഓഫാക്കിയതിന് ശേഷം
ഇതൊന്ന് ആറാൻ വേണ്ടിയിട്ട് വയ്ക്കാം. പക്ഷേ എനിക്കതിനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ട് നല്ല ചൂടായിരുന്നു കേട്ടോ. കുറച്ച് നേരമൊക്കെ വെച്ചതിന് ശേഷം അത് ഞാൻ ജസ്റ്റ് ഒരു പ്ലേറ്റിനകത്തേക്ക് മാറ്റി. അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് നമുക്ക് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ആക്കി കൊടുക്കാം. ഈ ബട്ടർ പേപ്പറൊക്കെ മാറ്റുന്ന സമയത്ത് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ വീഡിയോയ്ക്കകത്ത് കാണാൻ പറ്റാത്ത നല്ല ആവി പറക്കുന്നുണ്ടായിരുന്നു ഇതിനകത്തുനിന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേക്കെന്ന് പറയുന്നത് കുറച്ച് തണുത്തിട്ട് കഴിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. എനിക്ക് ഒട്ടും ക്ഷമയില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ നന്നായിട്ട് തണുത്തതിന് ശേഷം കഴിച്ചാൽ മതി കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പഴം ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്തത് കൊണ്ടാണ് ആ വൈറ്റ് ഒരു സംഭവം കാണുന്നില്ല, അതൊക്കെ പഴമാണ് കേട്ടോ. നമ്മൾ മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും കാണത്തില്ല. പക്ഷേ അതൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ബനാന ചോക്ലേറ്റ് കേക്കാണ്. പിള്ളേർക്കും മുതിർന്നവർക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെടും. ഇതിലാണെങ്കിൽ മിൽക്ക് ചോക്ലേറ്റോ ഡയറി മിൽക്കോ ഒക്കെ മെൽറ്റാക്കിയിട്ട് ഇതിൻ്റെ പുറത്തൊഴിച്ചിട്ട് കഴിച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടാറ്റാ ബൈ ബൈ, സീ യു.